ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തീ പോലും കത്തിക്കാതെ വെറും 5 മിനിറ്റിൽ വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടുന്ന ഒരു ആരോ റൂട്ട് ബിസ്ക്കറ്റിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ആരോ റൂട്ട് ബിസ്ക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ പാർലേജി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിൽ അതെടുക്കാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് പാലാണ്. ഞാൻ ഇതുപോലെ കുറച്ച് പാല് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഈ പാലിൽ ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്കിതൊരു ട്രേയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ലെയറായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ പുഡിങ്ങിൻ്റെ പൗഡർ ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം മാത്രം എടുത്താൽ മതി, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് സ്റ്റിഫാകേണ്ട കാര്യമൊന്നുമില്ല. പുഡിങ്ങിനായതുകൊണ്ട് കുറച്ച് ക്രീമി ആയിട്ട് ഇരുന്നാൽ മതി. ഞാനിത് ബീറ്റ് ചെയ്തെടുത്ത സമയത്ത് കുറച്ച് സ്റ്റിഫായിട്ട് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിലേക്ക് അടുത്ത ലെയറായിട്ട് ഈ ക്രീം നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലെയർ ഫുള്ള് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം ഇതുപോലെ തന്നെ പാലിൽ മുക്കിയിട്ട് ബിസ്ക്കറ്റ് അടുത്ത ലെയറായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് പിന്നെ നമുക്ക് ഒരു ലെയറും കൂടി ഒന്ന് ക്രീം ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ലെയറും കൂടെ കൊടുക്കാം. അതിനുവേണ്ടി ഞാനിതുപോലെ ഒരു ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പാനിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലെടുത്തല്ലോ, ആ പാല് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ലെയറും കൂടെ കൊടുക്കാം. ഇതുപോലെ ഫുള്ളൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ ആ ബിസ്ക്കറ്റ് തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ വരെയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് പുഡിങ്ങൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അധികം ചേരുവകളൊന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല. അതുപോലെ 5 മിനിറ്റ് മാത്രം മതി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.